നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് 9:30 എന്നെ എടുക്കുന്നത് പ്ലാൻ നമ്മൾ ചെയ്യില്ല എന്നുള്ളൊരു അസംഷനാണ്. ലെഫ്റ്റ് പാസ് ഫാം. കാരണം നമ്മളെ എവിടെ പോവാണെങ്കിലും ഗൈഡ് ചെയ്യുന്ന ഒരാൾ കൂടെ നിത്യ ഞങ്ങൾ രണ്ടുപേരായിരിക്കും ഇന്ന് നിങ്ങൾക്ക് മൊത്തം ഫാം മൊത്തത്തിൽ ലിസ്റ്റ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ടാകാം. സോ നമ്മുടെ ഫാം എന്ന് പറയുന്നത് 36 ഏക്കറാണ്. അതിൽ മൊത്തത്തിൽ നമ്മൾ ഫാം ടൂറിസം ആയിട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് പ്ലസ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ആയിരിക്കും അതിൽ നമുക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടാകാം. സോ ഇതാണ് നമ്മുടെ ഫൗണ്ടർ സീരിയസ് കറിയപ്പിള്ള, പിന്നെ അവരുടെ വൈഫ് മിനീസ് കറിയ, പിന്നെ ഇത് അവരുടെ മോനാണ് റെനോസ് കറിയ. പുള്ളിയാണ് ഇവിടെ ഫാം ടൂറിസം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ കറിയ സാർ വന്നിട്ട് MS സ്വാമിനാഥൻ അവാർഡ് വിന്നർ, പിന്നെ കർഷകശ്രീ കർഷകോത്തമ അവാർഡ് വിന്നർ കൂടിയായിരുന്നു. സോ നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും പുള്ളി നമ്മൾക്ക് അത്രയും ഗ്രീനറി കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മളിപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെല്ലാം മാക്സിമം ട്രീസ് കട്ട് ചെയ്യാതെയാണ്. അത്രയും ട്രീ കവേഴ്സ് എല്ലാം നമ്മൾ മാക്സിമം ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് എല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ സസ്റ്റൈനബിലിറ്റിയിൽ അത്രയും നമ്മൾ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഒരു ട്രീ കവർ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾക്ക് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അത് അഗ്രി ആക്ടിവിറ്റീസ് വരും. അഗ്രി ആക്ടിവിറ്റീസിൽ നമ്മൾക്ക് ഫാം വിസിറ്റ് ഉണ്ടാവും. അതൊരു 350+ എക്സോട്ടിക് പ്ലാന്റ്സ് ഉണ്ട്, അതിൻ്റെ ഒരു ചെറിയ വിസിറ്റ് കാണിക്കും. അതുപോലെ തന്നെ നമുക്ക് ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ്, ഹൈടെക് ഫാമിങ്, വെർട്ടിക്കൽ ഫാമിങ്, അതിൻ്റെയൊക്കെ ഒരു ചെറിയ വിസിറ്റ് ഉണ്ടാവും. അതാണ് ഫാം വിസിറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഫിഷ് പാൻഡ്, ഫിഷ് പാൻ ഫീഡിംഗ് ഉണ്ട്, പിന്നെ ഓർഗാനിക് പ്ലാന്റ് വിസിറ്റ് അതിട്ടില്ല. നമ്മൾ ഓൾറെഡി കൺസ്ട്രക്ഷൻ അത് മേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഓർഗാനിക് ഫെർട്ടിലൈസർ. പിന്നെ നമ്മൾ വേറൊരു വലിയ യൂണിറ്റിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കുറച്ച് സ്റ്റോക്ക് ചെയ്യുന്നതാണ്. വാട്ടർ ബിൽ പറയുമ്പോൾ ജലചക്രം, പഴയ കാലത്ത് ഇറിഗേഷൻ ടെക്നിക്കായിട്ടുള്ള ജലചക്രമാണ്. പിന്നെ നമ്മൾക്ക് ചൈനീസ് ഫിഷിംഗ് നെറ്റ് ഉണ്ട്, പിന്നെ ലൈഫ് ഫിഷിംഗ്, ഫിഷ് ഫീഡിങ്, പിന്നെ ഫാം ടു കൊണ്ട് പറയുന്നത് നമുക്ക് ഇവിടെ നിന്നുള്ള ഫാം ഫ്രഷ് ആയിട്ടുള്ള ഒരു 80% ഫാം ഫ്രഷ് പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് ഫാം ടു ഹോമിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഹണി, നെയ്യ്, പിന്നെ ചിപ്സ്, അങ്ങനത്തെ പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇന്ന് ഏതാണോ ഫ്രഷ് ഫ്രൂട്ട്സ്, ഇന്നത്തെ സീസണൽ ഫ്രൂട്ട്സ് ഏതാണോ നമുക്ക് അവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും.
പിന്നെ നമ്മൾക്ക് അനിമൽ ഹസ്ബൻഡറി ആക്ടിവിറ്റീസിൽ നമുക്ക് എക്സോട്ടിക് അനിമൽസിന്റെ ഒരു വിസിറ്റ് ഉണ്ടാവും. ഏവിയറി ഉണ്ട്, പിന്നെ കെനൽ ക്ലബ് ഉണ്ട്, ഡോഗ്സ്, അതുപോലെ തന്നെ എക്സോട്ടിക് കാറ്റ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് പെറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള പെറ്റാണ്, നമുക്ക് പെറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അക്വാട്ടിക് ആക്ടിവിറ്റീസിൽ നമുക്ക് വന്നിട്ട് 3 പൂളുണ്ട്, റെയിൻ ഗാർഡൻ ഡാൻസ് ഉണ്ട്, പിന്നെ മഡ്കോട്ട് ഉണ്ട്. മഡ്കോട്ട് പറയുമ്പോൾ ചെളിയിലൊക്കെ ഫുട്ബോളൊക്കെ കളിക്കുന്നവർക്ക് ഒരു ചെറിയ ഏരിയയാണ്. പിന്നെ പെഡൽ ബോട്ടിംഗ്, കയാക്കിംഗ്, റൗണ്ട് ബോട്ട്, സ്റ്റാൻഡപ്പ് അതൊക്കെയാണ് നമുക്ക് അക്വാട്ടിക് ആക്ടിവിറ്റീസ് ആയിട്ട് വരുന്നത്. പിന്നെ അതർ ആക്ടിവിറ്റീസ് നമുക്കൊരു ടർഫുണ്ട്, എല്ലാ ടൈപ്പ് ഔട്ട്ഡോർ ഗെയിംസ് കളിക്കാൻ പറ്റുന്ന ടർഫുണ്ട്. പിന്നെ മ്യൂസിയം ആൻഡ് മസാജ് സെൻ്റർ ഉണ്ട്. അത് മെയിനായിട്ട് നമ്മൾ സീനിയർ സിറ്റിസണിനാണ് ഫോക്കസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്, മിനി ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. മിനി ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ബട്ടർഫ്ലൈ ഗാർഡൻ കൂടി ഉണ്ട്. പിന്നെ ഇതിൽ നമ്മൾക്ക് ഡേ ഓഫ് കൊണ്ട് 2 ടൈപ്പ് പാക്കേജാണ്, ഹെയർ ഓഫ് അങ്ങനെയായിട്ടൊരു പാക്കേജാണ്. പിന്നെ നമ്മളിവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് 2 കാര്യങ്ങളാണ്, ഫുഡിൻ്റെ ടൈമിലും സ്കൂളിൻ്റെ ടൈമിലാണ്. കാരണം നമുക്ക് ഇത്രയും ഡേ ഓഫ് ഗസ്റ്റ് വരുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ റെസ്റ്റ് വരണ്ടാന്ന് പറഞ്ഞ് ഫുഡ് സ്കൂളെ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ടൈമിൽ നമ്മൾ പ്രോപ്പറായി നമുക്ക് അപ്പോഴാണോ അലോക്കേറ്റ് ചെയ്ത ടൈം അതിൽ നമ്മൾ പോകാറുണ്ട്. ഓക്കെ, ഇത് ഡേ ഓഫ് വരുന്ന ഗസ്റ്റിനുള്ളൊരു. പിന്നെ നമ്മൾക്ക് സേഫ്റ്റി ആൻഡ് ഹൈജീനിൽ നമ്മൾ വന്നിട്ട് വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ലൈഫ് ജാക്കറ്റ് നമ്മളൊരു ആയുർവേദ വെൽനസ് സെൻ്റർ ഉണ്ട്, അവിടെ ഒരു ഡോക്ടറുണ്ട്, ഒരു തെറാപ്പിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് എന്തെങ്കിലും ആയുർവേദം ഓപ്പൺ ആയിട്ടില്ല. അല്ല, ഓപ്പൺ ആയി, ഡെയിലി കൊടുക്കാൻ തുടങ്ങി. ഇത് വെജ് നോൺ വെജ് അങ്ങനെയാണോ? അങ്ങനെ. ഓക്കെ, ഇതൊരു മിനി ഗ്ലാസ് ബ്രിഡ്ജ് ആണ്. എല്ലാരും കൂടെ വന്നതിൽ ഒരുമിച്ച് ഇതിന്റെ താഴെ ജസ്റ്റ് ഒരു ഫോട്ടോ സെക്ഷൻ വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഹൈറ്റ് പോരാ, അതാണ് പേടി. അവര് പറഞ്ഞ സെൽഫി സെക്ഷൻ വേണ്ടി മാത്രമേ പറയൂ അല്ലേ? അതെ. ക്ലിറ്റോറി എന്ന് പറഞ്ഞാൽ അവിടെ കിളിക്കാൻ പറ്റില്ലേ, ഒരു യെല്ലോ കളർ പൂ വരുന്ന സാധനം, അത്. അവിടെ കണ്ടിട്ടുണ്ട്. അടിപൊളി. ഇതോടെ ഇവിടെ ഇല്ല, നമ്മളെ പോയിട്ടില്ലേ? അല്ല, അതിന് പോണ്ട. ഇവിടെ ഒരു അഗ്രി ലാബ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മൾ സോയിൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനി ലാബ്, പിന്നെ മൈക്രോസ്കോപ്പിക് വ്യൂ സെക്ഷൻസ്, നമ്മുടെ സൈലും കോയ അങ്ങനത്തെ സ്കൂൾ അക്കാദമിക് പർപ്പസിന് വേണ്ടിയിട്ട് ഇത് കൺസ്ട്രക്ട് ചെയ്യാണ്. അഗ്രി ലാബാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് പബ്ലിക്കിന് വേണമെങ്കിൽ കൊടുക്കാം, കാരണം എന്തെങ്കിലും ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യും. വർക്കിംഗ് പ്രോഗ്രസ് ആണ്, എന്നാലും കാണാം കേട്ടോ. ഇത്
ഇതെന്ന് പറയുമ്പോൾ ക്രാബ് ഫാമിംഗ് ആണ്. ഓരോ കേജിലും അതിന് ഒരു നല്ല വലിപ്പമുള്ള ക്രാബ്സ് ആയിരിക്കും ഹോൾഡ് ചെയ്തിട്ടുള്ളത്. ഇതിലിപ്പോൾ ആ ക്രാബില്ല, എല്ലാ കേജിലും ക്രാബുണ്ട്. ഗോൾഡ് ക്രാബ്സ് ഒക്കെ കുറച്ച് അഗ്രസീവാണ്, അപ്പോൾ തുറക്കുമ്പോൾ ശ്രദ്ധിക്കണം. മൾട്ടിമീൻസ് നമ്മൾ നീറ്റ് ആക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇപ്പം നമ്മൾ വാങ്ങിയ ക്രാബ് ഫുള്ള് 90% ക്രാബിനകത്ത് വാട്ടർ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് സലൈൻ വാട്ടർ, സലൈനിറ്റി, അമോണിയ, pH എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് അതിന് ഫീഡ് കൊടുത്തിട്ടാണ് മണ്ടാക്കുന്നത്. അപ്പോൾ മീനാണ് ഇവിടെ ഫീഡായിട്ട് കൊടുക്കുന്നത്, സിലോപ്പിയ, മത്തി പോലുള്ളത്. അപ്പോൾ ഇതിൻ്റെ അമോണിയൻ്റെ അളവ് എപ്പോഴും 0%-ലാണ് നമ്മൾ ഹോൾഡ് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ മത്തി കൊടുക്കുന്ന അനുസരിച്ച് ഈ വെള്ളത്തിൽ അമോണിയൻ്റെ അളവ് കൂടും. അപ്പോൾ നമ്മൾ അതിനെ റെഡ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് നൈട്രോഫൈൻ ബാക്ടീരിയനെ വളർത്തുന്നുണ്ട് ആ ഡ്രമ്മിൽ. പിന്നെ pH എപ്പോഴും ഒരു മാക്സിമം 8 ആണ് നമ്മൾ മിനിമം മാക്സിമം ചെയ്ത് പോകേണ്ടത്. പിന്നെന്ന് പറയുന്നത് സലൈനിറ്റി. നമുക്കിവിടെ ബാക്ക് വാട്ടേഴ്സ് ഇല്ല, സീ വാട്ടേഴ്സ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മൾ തന്നെ ആർട്ടിഫിഷ്യലായിട്ട് ഉപ്പ് വെള്ളം, അയഡിൻ ഫ്രീ ആയിട്ടുള്ള ഉപ്പ് ഉപയോഗിച്ചിട്ടാണ് വാട്ടർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ എപ്പോഴും സലൈനിറ്റി എന്ന് പറയുമ്പോൾ 20% തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. മെയിൻറ്റെയിൻ ചെയ്ത് വെള്ളം പിന്നെ ടൈമിൽ വേണ്ടിയിട്ട് സോളർ ഡ്രയറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കറന്റ് നമ്മൾ കോക്കനട്ട്, കൊപ്രയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. ഉള്ളിൽ കയറാൻ പറ്റില്ല. സൂര്യപ്രകാശം, അതായത് ഒരു പ്രദേശത്ത് ഈ ഒരു ചുറ്റളവിൽ ഒരു ദിവസം എത്ര മഴ കിട്ടുന്നുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ പിന്നെ ആ ഗ്രാഫിന് സർക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ദിവസം എത്രത്തോളം മഴ കിട്ടുന്നുണ്ടെന്ന് നമുക്ക് അളക്കുന്നത്. ഇതിലല്ല, അല്ലാതെ പോളി ഹൗസ്, അതായത് നമ്മൾ എന്താണ് ചൂട്, ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ പ്ലാന്റ്സിനെ വളർത്താം. അപ്പോൾ ഇവിടെ 2 സിസ്റ്റമാണ് ഉള്ളത്. ഒന്ന് ഹൈഡ്രോപോണിക്സും അവിടെ ബാക്കിലുള്ള ട്രഫ് ഫാമിംഗ് സിസ്റ്റമാണ് ഉള്ളത്. അപ്പോൾ ഹൈഡ്രോപോണിക്സ് എന്താണ്, നമ്മുടെ സോയിലെസ് കൾട്ടിവേഷൻ ആണ്, ഒരു ഹൈഡ്രോപോണിക് സിസ്റ്റമാണ്. അതായത് വിത്തൗട്ട് സോയിലിൽ നമ്മൾ വാട്ടർ മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ കൾട്ടിവേഷൻ ചെയ്യാം. അപ്പോൾ കറന്റ് ഇവിടെ ഈ ഒരു പാനൽ സിസ്റ്റം ആയതുകൊണ്ട് നമ്മൾ ലീഫി വെജിറ്റബിൾസ് ആണ് 90% യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റെഡ് അമരാന്തസ് ആണ്, ചീര. പിന്നെ അത് ഗ്രീൻ ആണ്. പിന്നെ ഇതെന്ന് പറയുന്നത് പാലക്കാണ്, നമ്മൾ സാലഡ്സ് ബർഗറിലൊക്കെ യൂസ് ചെയ്തിരുന്ന പാലക്കാണ്. അപ്പോൾ ഇതിലൊരു സർക്കുലേഷൻ ആണ് എപ്പോഴും നടക്കുന്നത്. അപ്പോൾ ഇതിനൊരു മെയിൻ ടാങ്ക് പുറത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്കാണ് ഇതിന് വേണ്ടിയിട്ടുള്ള NPK പോലത്തുള്ള മിനറൽസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു ടൈമിങ്ങിന് ഇത് സർക്കുലേറ്റ് ചെയ്ത് പോകുക. പിന്നെ ട്രഫ് ബാഗ് എന്ന് പറയുമ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്, ഡ്രോപ്പ് ആയിട്ടുള്ള വെള്ളം. അപ്പോൾ ഇതിൽ ലീവി വെജിറ്റബിൾസ് ആയതുകൊണ്ട് വെജിറ്റബിൾസിന് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പുറത്തെ ട്രഫ് ഫാമിംഗാണ് ചെയ്തിട്ടുള്ളത്. അതിൽ കുക്കുംബർ, ബ്രോക്കോളി, ചില്ലി അങ്ങനത്തുള്ള വെജിറ്റബിൾസ് ആണ് യൂസ് ചെയ്തത്. പിന്നെ ഇവിടെ കുറച്ച് ചൂടുണ്ടല്ലോ, അപ്പോൾ ഈ ടൈമിങ്ങിന് നമുക്ക് മിസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഒരു ഫാനും ക്രിയേറ്റ് ചെയ്യും. ഇത് പെസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് വെച്ചിട്ട് ഫുള്ള് 3 weeks ആയി. ഇല്ല, പ്രൂൺസ് ചെയ്യണം, എന്നാലും മാത്രമേ അത് വളരും. വർഷത്തിലൊക്കെ, അത് നവംബർ ഡിസംബറിൻ്റെ ആ സമയത്ത് പ്രൂൺ ചെയ്യണം. ഇത് നമ്മുടെ ഒരു വെർട്ടിക്കൽ ഫാമിംഗ് സിസ്റ്റമാണ് അണ്ടർ UV ലൈറ്റ്. അപ്പോൾ സൺലൈറ്റിന് പകരമായിട്ട് നമ്മൾ UV ലൈറ്റ് കൊടുത്ത് ആർട്ടിഫിഷ്യലായിട്ട് വളർത്തുന്നതാണ്. ഇതിലിപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള സ്ട്രോബെറിൻ്റെ സപ്ലിങ്സ് ആണ്. അതായത് സ്ട്രോബെറി ഈ കോൾഡ് ക്ലൈമറ്റ് റീജിയനിലാണോ വരിക, അതിന് വേണ്ടിയിട്ട് നമ്മൾ AC എയർ കണ്ടീഷനൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഊട്ടി, കൊടൈക്കനാൽ അവിടുത്തെ ക്ലൈമറ്റിനെ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ആ ടെമ്പറേച്ചർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് മെയിൻ ടാങ്ക് ഉണ്ടാവും, അതിലേക്കാണ് ഇതിനോട് വേണ്ടിയിട്ടുള്ള NPK മിനറൽ ന്യൂട്രിയൻസ് ഒക്കെ നമ്മൾ മിക്സ് ചെയ്യണത്. അതും ഒരു ടൈമിനനുസരിച്ച് ഈ പാനലിൽ കൂടെ സർക്കുലേറ്റ് ചെയ്യും. പിന്നെ ഇതും നമ്മൾ സ്പ്രൗട്ട് ചെയ്യാൻ ഇട്ട് നോക്കി വിത്ത്, പക്ഷെ അത് ഈ ക്ലൈമറ്റിൽ എന്തോ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ സാപ്ലിങ്സ് തന്നെയാണ് വാങ്ങി വെച്ചിട്ടുള്ളത്. ഇതും 3 weeks കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോഴേക്കും അവിടെ പൂവൊക്കെ വരാൻ തുടങ്ങി. ഇത് ഏതാ വെറൈറ്റി എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ കൊണ്ടുപോകും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. ആർക്കെങ്കിലും കൂട് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഏരിയ.
ഒപ്പം പോയാലേ പിന്നെ ഇത് ഓഡിയോ മെസ്സേജ് നമുക്ക് തന്നെ സ്റ്റേക്കേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. നിൽക്കാതെ പോയപ്പം അതെ. അങ്ങനത്തുള്ള പാമ്പ് അങ്ങനത്തുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ പാക്കേജ് എടുത്ത് വന്നു കഴിഞ്ഞാൽ പാമ്പൊക്കെ കയ്യിലെടുക്കുക, ഇവനൊക്കെ എല്ലാ ഫോട്ടോ സെക്ഷനെല്ലാം ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇപ്പോഴത്തെ എന്ന് പറയുമ്പോൾ ഫീഡിങ് ആണ്, അത് ബേർഡ്സിൻ്റെ ഫീഡിങ്. പിന്നെ ഇവിടെ ഒരു ഫീഡിങ് ഉണ്ട്, ഫിഷിന്റെ ഫീഡിങ്. പിന്നെ അവിടെ ക്രൗഡ് ആണെങ്കിൽ ആയുർവേദത്തിന്റെ അവിടെ ഒരു ഇത് കൂടി ഉണ്ട്, 2-3 കൂടി അവിടെ. നമുക്ക് അവിടെ കൂടി പോകാനുണ്ട്. അവരവിടെ പോയി മിയാവാക്കി മിനി ഫോറസ്റ്റ് ആണ്. നമ്മളൊരു ആർട്ടിഫിഷ്യലായിട്ട് ഫോറസ്റ്റ് ഉണ്ടാക്കി മിയാവാക്കി. നമ്മൾ കോൺക്രീറ്റ് പോസ്റ്റ് കൊടുത്തിട്ട് അതിലൊരു നെറ്റും കൊടുത്ത് എല്ലാ ഫെർട്ടിലൈസറും അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വള്ളി പോലെ പടർത്തും. അപ്പോൾ ഈസി ആയിട്ടൊന്ന് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് ലെങ്ത്തിൽ പോകില്ലല്ലോ, നമുക്ക് പെട്ടെന്ന് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ വാട്ടർ വീല്. ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം, ഫോട്ടോസ് ഒക്കെ എടുക്കാൻ. സ്റ്റേഷൻ ആണ് കേട്ടോ. ഫൈലോ എന്ന് പറയുന്ന ആപ്പ് നമ്മുടെ ഫോണിൽ കയറ്റിയിട്ട് ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വന്ന് നോക്കാതെ നമുക്ക് ആ ആപ്പ് വഴി നമുക്ക് മിനറൽസ് അപ്ലൈ ചെയ്യുന്നുണ്ടോ, ഫെർട്ടിഗേഷൻസ്, വാട്ടർ കുറവാണോ എന്നെല്ലാം നോക്കിയിട്ട് ആ ആപ്പിൽ തന്നെ റെക്കമെൻഡേഷൻ ഉണ്ടാവും ഇനി എന്തൊക്കെ ഈ പ്ലാന്റ്സിന് വേണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞു, സെക്കൻഡ് ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞു, ഇപ്പോൾ തേർഡാണ്. ഇനി
ഇത് മിസ്റ്റാണ്. കുറെ മഹാഗണി ട്രീസ് ആണ് ഇവിടെ പ്ലാന്റേഷൻ ചെയ്തിട്ടുള്ളത്. ഇതൊരു സൂപ്പർ 10 എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റീസ് ആണ്, കുറച്ച് അഡ്വഞ്ചർ ആയിരിക്കും. പിന്നെ ഇതൊരു ബാംബു ഹഡാണ്, ഇവിടെ സ്റ്റേക്കേഷൻ ഉണ്ട് കേട്ടോ. പിന്നെ അത് സ്പായാണ്, ഫിഷ് സ്പായാണ്. പിന്നെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ATV ഉണ്ട്, പിന്നെ ഹൗസ് കാർട്ട് ഉണ്ട്, പിന്നെ കാറ്റിൽസ് ഒരു ഡെമോൺസ്ട്രേഷൻ 5 കാറ്റിൽ മഹാഗണി പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഫാം ടൂറിസം ട്രെയിനിങ്ങിന് എത്തിയതാണ്. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് പ്രിയപ്പെട്ട ജിഷാദ് മമ്പാട് കൃഷിഭവൻ എന്ന് വന്നിട്ടുള്ള ജിഷാദ് ഇന്നലെ നടന്ന ട്രെയിനിങ്ങും അതുപോലെ തന്നെ ഇന്നത്തെ ഫാം വിസിറ്റിനെ കുറിച്ച് ഒരു ചുരുങ്ങിയ വാക്കിയുള്ള ഒരു മിനിറ്റിൽ നിങ്ങൾ എങ്ങനെ വിലയിരുത്തും? ഹലോ, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഒരു ദിവസം കംപ്ലീറ്റ്ലി നമുക്ക് ക്ലാസ് ആയിരുന്നു. അതൊരു തോമസ് സാറ് പട്ടാമ്പല മൂപ്പര് വന്നിട്ടാണ് ക്ലാസ് എടുത്തത്. നല്ല ക്ലാസ് ആയിരുന്നു, ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ. നമ്മളൊന്നും ഈ ഫാം ടൂറിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളല്ലാത്തതുകൊണ്ട് നമുക്ക് പുതുമയേറിയ ഒരുപാട് അനുഭവങ്ങൾ മൂപ്പര് ഷെയർ ചെയ്ത് അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മളൊരു ഫാം വിസിറ്റിൽ വന്നതാണ്. അപ്പോൾ TFL തനിമ ഫാം ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. ഈ ലൊക്കേഷൻ്റെ പേര് എന്നൊക്കെ പറഞ്ഞു. ഇതൊരു വല്ലാത്തൊരു വൈബുള്ള ഒരു സ്ഥലമാണ്. പെർ ഹെഡിന് പിന്നെ കയറണമെങ്കിൽ 2000 രൂപ ടിക്കറ്റ് അതിൻ്റെ അത് വെച്ചാൽ നമ്മളെ കൃഷിഭവൻ ത്രൂ വരുന്നത് കാരണം നമ്മളതൊന്നും അറിഞ്ഞിട്ടില്ല. നമ്മളപ്പോൾ അങ്ങനത്തെ ഒക്കെ ഇവിടെ വന്ന് ഓരോന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ കുറച്ച് താങ്ക് യു ട്രെയിനിങ് ഇന്നത്തെ ഫാം വിസിറ്റ് എത്രത്തോളം ചെറിയ ഐറ്റംസ് ഒക്കെ അതിന്റെ ആൾക്കാരാണ്. നമുക്ക് പറഞ്ഞു കേൾക്കുന്നത് ഹാഫ് ലിറ്റർ തന്നെയാണ്. മറ്റേത് 4 ലിറ്റർ അതുപോലെ ആടായാലും നമ്മൾ എടുക്കുന്നില്ല. ആട്ടും പല്ലിലും നമ്മളത് സീലും ചെയ്യുന്നില്ല. ഏറ്റവും അറ്റത്ത് അത് കാങ്കയം പറഞ്ഞ ബ്രീഡാണ്, തമിഴ്നാട് ബ്രീഡാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിന് ക്രോസ് ബ്രീഡാണ് വരുന്നത്, കാങ്കറേജ് എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, തച്ചമ്പാറ കൃഷിഭവനിൽ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സുരേന്ദ്രേട്ടൻ ഇന്നലെ ഞങ്ങൾ ഫാം ടൂറിസം എന്ന് പറഞ്ഞ ട്രെയിനിങ് എത്തിയതാണ്. ഇന്നലത്തെ ട്രെയിനിങ്ങും ഇന്നത്തെ ഫാം വിസിറ്റിനെ കുറിച്ച് കുറഞ്ഞ വാക്കുകളിൽ സാർ എങ്ങനെ വിലയിരുത്തുന്ന? കുറഞ്ഞ വാക്കുകളിൽ എന്ന് പറഞ്ഞാൽ ഇന്നലെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിച്ചത്. കുറേ നമ്മൾ കാണാത്ത ചെടികളും ഔഷധ സസ്യങ്ങളും എല്ലാം കാണാനായി. പിന്നെ അത് ഓരോ വെറൈറ്റി മത്സ്യങ്ങളെയൊക്കെ പറ്റിയിട്ട് ഓരോ വെറൈറ്റിയും അതിന്റെ പേരൊക്കെ പറഞ്ഞു. ഒരുപാടാവുകൊണ്ട് നമുക്ക് ഓർത്തിരിക്കാൻ. പിന്നെ ഇപ്പോൾ ഇന്നത്തെ പറയുന്നത് ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ നെല്ലേപ്പള്ളി തനിമ എന്ന് പറഞ്ഞാൽ അതിൽ വന്നിട്ട് ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലും പല വെറൈറ്റി പിന്നെ ഐറ്റംസ് കാണാണ്ട്, ആടുകള്, പശുക്കള് ഒക്കെ പലതരം വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഈ ഹൈഡ്രോപോണിക് സിസ്റ്റത്തിൽ കൂടെ ചെടി വളർത്തുന്നതും പിന്നെ
കൂൺ വളർത്തുന്നതും പിന്നെ കാശ്മീരി ക്ലൈമറ്റ് ഇവിടെ ഇതാക്കിയിട്ട് അവിടെ സ്ട്രോബെറി വളർത്തുന്നതും അങ്ങനെയുള്ളതിനെ പറ്റിയൊക്കെ പറയും. ഏറ്റവും ശ്രദ്ധേയമായത് ഈ ഇതിലേക്ക് എൻട്രൻസ് ഫീ പെർ ഹെഡ് 2000 ആണ്. 2000 നമുക്കത് ഈ ട്രെയിനിങ്ങിൻ്റെ ആളുകൾക്ക് അത് ഫ്രീ ആയിട്ട് ഗവൺമെൻറ് ചെയ്ത ഒരു ഉപകാരം ഒരിക്കലും അത് മറക്കാൻ കഴിയാത്ത ഒരനുഭവം. ഓക്കെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒപ്പം ഉള്ളത് തിരൂർ കൃഷിഭവനിൽ നിന്നിട്ടുള്ള നൗഷാദ് ഭായിയാണ്. നൗഷാദ് ഭായ്, ഇന്നലെ നമുക്ക് കിട്ടിയ ട്രെയിനിങ് ഫാം ടൂറിസവുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്തിയത് 3 ദിവസത്തിന്. ഇന്നലെ കിട്ടിയ ട്രെയിനിങ്, ഇന്ന് നടന്ന ഈ ഫാം വിസിറ്റ്, കുറഞ്ഞ വാക്കുകളിൽ എത്ര നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെ വിലയിരുത്തും? അതായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫംഗ്ഷനിൽ വരുന്നത്. അതായത് ഗവൺമെൻറ് തലത്തിൽ ഫാം ടൂറിസം ഇപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ആനുകൂല്യം നമുക്ക് കിട്ടാൻ ലഭിച്ചത്. വളരെയേറെ സന്തോഷമുണ്ട്. എത്രത്തോളം ഉണ്ടെന്നുള്ളതിനാണ് ഞങ്ങൾ ഇന്ന് ഫീൽഡ് ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് ഒരു ഹാർഡ് വർക്കാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റും. കാരണം യുവതലമുറക്ക് പകർന്നു നൽകാൻ പറ്റിയൊരു അറിവ് ഇവിടെ വന്നാലില്ല നമുക്ക് ലഭിക്കാൻ പറ്റുന്നതാണ് എൻ്റെ അറിവ്. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഫാം ടൂറിസം ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രിയപ്പെട്ട മൂസക്കുട്ടി മാസ്റ്റർ വെട്ടം കൃഷിഭവനിൽ നിന്ന് എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട മാഷക്ക് എന്താണ് പ്രിയപ്പെട്ട മാഷക്ക് എന്താണ് അഭിപ്രായം പറയാനുള്ളത്? ഇന്നലെ നടന്ന ഫാം ടൂറിസം ട്രെയിനിങ്, ഇന്നത്തെ ഈ ഫാം വിസിറ്റ് എത്രത്തോളം? മലപ്പുറം പാലക്കാട് ഭാഗത്തു നിന്ന് വന്ന കർഷകർ കൃഷി ഓഫീസ് മുഖേന വന്നിട്ടുള്ള കർഷകരാണ് നമ്മുടെ ഈ ഫാം ടൂറിസം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി വന്നിട്ടുള്ള. ഇന്നലെ നമ്മൾ തോമസ് സാർ, അദ്ദേഹം പട്ടാമ്പി കാർഷിക ഗവേഷണ വിഭാഗത്തിലെ ഒരു MD ആണ്, RD ആണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്ലാസ് ആയിരുന്നു ഇന്നലെ നടന്നത്. പ്രധാനമായും നടന്നിട്ടുള്ള ഇത് എന്ന് പറഞ്ഞാൽ ഈ ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ട കാര്യങ്ങളോ അതിൻ്റെ മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചാണ്. പക്ഷേ അത് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ തന്നെ അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പല ആൾക്കാർക്കും അത് സംബന്ധിച്ച് താല്പര്യമുണ്ട് താനും. അങ്ങനെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നലെ ക്ലാസ് നടന്നു. ഫ്ലയറിങ്ങിൻ്റെ കാര്യങ്ങൾ, പിന്നെ വേറെ പല വിഭാഗങ്ങളിലും നടന്നിരുന്നായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തന്നെ ആണ് ക്ലാസ് നടന്നത്. വളരെയധികം ഹൃദയസ്ഥമായ ക്ലാസ്സാണ് അദ്ദേഹത്തിന് നടന്നത്. അതിൻ്റെ അവസാനത്തെ ഫീഡ്ബാക്ക് പറഞ്ഞതിനടുത്ത് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ഇന്ന് ഫാം ടൂറ് വിദഗ്ധമായൊരു കമ്മിറ്റി, അത് തനിമ എന്ന് പറയുന്ന ഒരു 35 ഏക്കറോളം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്ത മേഖലയിലുള്ള കൃഷി വിഭാഗങ്ങളെ സംബന്ധിച്ച് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള, ആധുനിക ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള സംഗതികളാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇതിൽ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗത്ത് മാത്രമേ എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ ഇതുവരെയായിട്ടും. എന്നാലും വളരെയധികം വ്യക്തമായ പഠനാർഹമായ കാര്യങ്ങളാണ്. നമ്മൾ വന്ന കർഷകർ 35, 40, 50 ഏക്കർ സ്വന്തമായിട്ടുള്ള ആൾക്കാർക്ക് നല്ലൊരു കാര്യങ്ങൾ അത് സ്വായത്തമാക്കാനും നടപ്പാക്കാനും കാർഷിക മേഖല നടപ്പാക്കാനും സർക്കാരിൻ്റെ അനുമതിയോടുകൂടി ചെയ്യണമെന്ന് താല്പര്യമുള്ളവരാണ്. അത് തീർച്ചയായിട്ടും അവർക്കത് മനസ്സിലിണങ്ങിയ രൂപത്തിലും അതൊക്കെ ഒരു ആത്മവിശ്വാസം വരുന്ന രൂപത്തിലും ആണ് ഇന്നത്തെ ടൂറിൻ്റെ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത്രയും നന്നായിട്ടുണ്ട്. ഇത് പ്രിൻസസ് വൈൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ്. ഇല്ല ഇതിന് വളരുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നോക്കുന്നത് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഇതിൽ ഫിഷിംഗ് ഉണ്ടോ? അല്ല, എൻട്രൻസിന്റെ അവിടെ വരുന്നതാണോ? പ്രിയപ്പെട്ട ഉമർ ഫാറൂഖ് ഭായി കീഴാറ്റൂർ കൃഷിഭവനിൽ നിന്ന് എത്തിയിട്ടുള്ളതാണ്. നമ്മുടെ ഇന്നലെ ഫാം ടൂറിസം എന്ന ട്രെയിനിങ്, ഇന്ന് ഫാം വിസിറ്റ്, അതുപോലെ തന്നെ നാളത്തെ ഒരു ട്രെയിനിങ് കൂടി ഉണ്ട്. എത്രത്തോളം നമ്മൾ ഈ ഫാം ടൂറിസം എന്ന ഇതിൽ ഇന്നലെ നടന്ന ട്രെയിനിങ്ങിനെ കുറിച്ചും ഇന്ന് നമ്മൾ ഫാം വിസിറ്റിനെ കുറിച്ചും കുറഞ്ഞ വാക്കുകൾ ഫാറൂഖ് ഭായി എങ്ങനെ വിലയിരുത്തും? നമസ്കാരം.
ഫാം ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ തിയറി ക്ലാസ് ആയിരുന്നു. അപ്പോൾ അത് ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ ഗുണങ്ങളും മനസ്സിലാവുന്നത്. ഈ ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമാണ്. കാരണം രണ്ടു കൂട്ടർക്കും, നമുക്ക് വരുന്നവർക്കും അതുപോലെ ഇത് സംഘടിപ്പിച്ച ആളുകൾക്കും എല്ലാവിധത്തിലും ക്യാഷ് റേറ്റ് ബന്ധപ്പെട്ട് അതുപോലെ നമുക്കൊക്കെ ഇത് ഒരു പ്രചോദനമാണ്. നാട്ടിൽ കൊണ്ടുപോയി പ്രവർത്തിക്കാനുള്ള ഒരു പ്രചോദനം ഇതിൽ കിട്ടുന്നുണ്ട്. വീക്കിൽ നമ്മൾ ഫീഡ് ചെയ്യും, പഞ്ചസാര വെള്ളം കൊടുക്കാറുണ്ട്, അതിൽ നിന്ന് നല്ല പ്രൊഡക്ഷൻ കിട്ടാറുണ്ട്. ഇതിപ്പോ ചെറുതേനാണ്, അവിടെ ഉള്ളത് ഉള്ളതാണ്, ഇത് സിംഗ്ലെസ് ആണ്. അപ്പൊ ഈ ഒരു ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ 1 hour നമ്മൾ എന്ത് കഴിച്ചാലും അതേ സ്വീറ്റ്നെസ് ആയിരിക്കും ഉള്ളത്. അപ്പൊ ഈ ഫ്രൂട്ടിന്റെ സ്വീറ്റ്നെസ് ആണ്. അപ്പൊ ആ 1 hour നമ്മൾ എന്ത് കഴിച്ചാലും നമ്മുടെ ഉള്ളിലേക്ക് ഇറക്കുമ്പോൾ നമുക്കൊരു സ്വീറ്റ്നെസ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും. കാരണം മിറാക്കിലും നമ്മൾ എന്തെങ്കിലും പ്രസന്റ് ആയതുകൊണ്ടാണ്. എന്റെ പ്ലാന്റ് ആണ്, നമ്മുടെ നോർമൽ പേരക്കിന്റെ അതേ സ്വീറ്റ്നെസ് തന്നെ ആയിരിക്കും, പക്ഷെ മിനിയേച്ചർ ഫോമിലുള്ളതായിരിക്കും. അപ്പോൾ ഇതിന്റെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ അറിയാം ഉണങ്ങി കരിഞ്ഞ പോലെ ഉള്ളതാണ്. പക്ഷെ ഇതിന്റെ ഒരു ഇത് തന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ സ്പ്രിംഗ് പേര എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഇവിടെ 12 വർഷം മുമ്പേ ഉള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മുടെ ഒരു ട്രഡീഷൻ പൂളാണ്. അല്ലല്ല, ആ താഴത്ത് നമ്മൾ മഹാഗണി പോയി. ഇതാണ് 4 കെട്ട്. ഇതിലിപ്പോ 4 റൂംസും പിന്നെ ഒരു റൂമിൽ തന്നെ 2 റൂം വരുന്ന ഒരു സെറ്റപ്പാണുള്ളത്. ഉള്ളില് നടുവിലുള്ള 4 കെട്ടിന്റെ അതേ ഫീൽ ആയിരിക്കും. പിന്നെ ഒരു സ്റ്റേ ഉണ്ട്, ഫുള്ളാണ്. ഞങ്ങളുടെ മുന്നിലെ പോണ്, ഞങ്ങൾ വേഗം പോയി ചാവടിക്കാൻ പോവാണ്. മൊബൈൽ എടുത്തൊക്കെ വിടണം കേട്ടാ. ഗ്രൂപ്പിൽ എവിടെയെങ്കിലും ഗ്രൂപ്പ് കാണലെന്ന് എക്സ്ട്രാ ബെഡും കാര്യങ്ങളൊക്കെ അവിടെ ഇൻട്രാക്ഷൻ സെക്ഷൻ ഉണ്ട്. പപ്പ മലമ്പുഴ കൃഷിഭവൻ എന്നുള്ള ബാബോട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ബാബോട്ട, ഇന്നലത്തെ നമ്മുടെ ഫാം ടൂറിസം ട്രെയിനിങ്, ഇന്നത്തെ നമ്മളെ വിസിറ്റ് എത്രത്തോളം നമുക്കത് ഗുണം ചെയ്തു എന്നുള്ളതാണ് ബാബോട്ടൻ്റെ അഭിപ്രായം? എനിക്ക് വളരെ ആഗ്രഹമുള്ളൊരു ഫീൽഡാണ് ഫാം ടൂറിസം എന്നുള്ളത്. ഞാൻ മുമ്പേ ഒരു ക്ലാസ് സ്റ്റേറ്റ് ലെവലിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത് വന്നപ്പോൾ എനിക്ക് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. കാണാനും വളരെ ഭംഗിയായിട്ടുണ്ട്. വളരെ ഇഷ്ടപ്പെട്ടു. മനസ്സിന് സന്തോഷം തരുന്ന അനുഭവങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ നമ്മളെ ക്ലാസ്സിനെ കുറിച്ചിട്ട്, ഇന്നലത്തെ ക്ലാസ് പൊതുവെ കൃഷി ഫീൽഡിലേക്കാണ് കൂടുതൽ ടച്ച് ചെയ്തിട്ടുള്ളത്. നല്ലതായിരുന്നു. ഫാം ടൂറിസത്തിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അധികം പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതും കൂടി ഇനിയിപ്പോൾ അടുത്ത നാളെയും കൂടി ഒരു ക്ലാസ് ഉണ്ടാവില്ല, അതും കൂടി കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാം ടൂറിസം എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ലൈസൻസിങ് മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കുറച്ചും കൂടി വിശദമാക്കാനുണ്ടാവും. ഇനി അടുത്തൊരു ക്ലാസ്സും കൂടി ഉള്ളതുകൊണ്ട് അതും കൂടി കവർ ചെയ്യുന്നത് തോന്നുന്നു. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു, നല്ല അനുഭവങ്ങളായിരുന്നു. ഇന്നത്തെ വിസിറ്റ് ഏറ്റവും മറക്കാൻ കഴിയാത്ത അനുഭവമാണെങ്കിൽ ഇവിടുത്തെ ഫ്രൂട്ട്സ് ഒക്കെ വന്ന് ടേസ്റ്റ് ചെയ്യാനും അതൊക്കെ ഓരോരോ പുതിയ നമ്മൾ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്ത ഫ്രൂട്ട്സുകളൊക്കെയാണ് ഇവിടെ അധികം ഉള്ളത്. നല്ല നല്ല അനുഭവങ്ങളാണ്. കൃഷി എന്നുള്ളത് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഞാൻ അനുഭവപ്പെടുമായിരുന്നു. ഓക്കെ, താങ്ക് യു. ഇവിടെ ഒരു എൻ്റെ കൃഷിഭവനിൽ നിന്ന്, താഴേക്കോട് കൃഷിഭവനിൽ നിന്ന് എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകയാണ്. ഞങ്ങളെ പഞ്ചായത്തിലും അതുപോലെ തന്നെ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കർഷക കൂടിയാണ്. ഫാം ടൂറിസം എന്ന ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് ഇന്നലെ ട്രെയിനിങ്ങിലും ഇന്ന് പോയി വിസിറ്റിലും എത്രത്തോളം ഖദീജ ഫസ്വിത്ത എത്രത്തോളം നിങ്ങളത് എൻജോയ് ചെയ്തു, അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ഗുണം ചെയ്തു എന്നുള്ളതിനെ കുറിച്ചിട്ട് കുറഞ്ഞ വാക്കുകളിൽ എങ്ങനെ വിലയിരുത്തും? വളരെ നല്ല ഒരു അഭിപ്രായമാണ് ഈ ഒരു ഫാം കണ്ടപ്പോൾ. നമ്മളൊക്കെ കയ്യിൽ ഭൂമിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ നമ്മൾ അതാരും വേണ്ട മാതിരി പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളത് നമുക്ക്
ഈ ഒരു ഫാമിൽ വന്നപ്പോൾ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അര ഏക്കർ സ്ഥലമുള്ള ഒരാൾക്കും 1 ഏക്കർ സ്ഥലമുള്ള ഒരാൾക്കും ഇവരെ ഈ ഒരു രീതിയിൽ ചെറിയ രീതിയിലും അതൊരു നല്ല വരുമാനമാക്കി മാറ്റിയെടുക്കുക എന്നുള്ള നല്ലൊരു അഭിപ്രായമാണ് എനിക്ക് ഒരു ഫാം കണ്ടപ്പോൾ. കൂടുതൽ സ്ഥലമുള്ളവർക്ക് അതിനനുസരിച്ച് ഉപയോഗപ്പെടുത്താം. കുറഞ്ഞ സ്ഥലമുള്ളവർക്കും ഇതിൻ്റെ ഒരു ചെറിയ മോഡലായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ രീതിയിലേക്ക് നമ്മൾ ഫാമിനെ മാറ്റുകയാണെങ്കിൽ കാർഷിക മേഖലനെ നല്ല ഒരു വരുമാനമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത്. പിന്നെ അതിനൊക്കെ പുറമെ ഈ ഒരു ഫാം ടൂറിസത്തിൻ്റെ വലിയൊരു സാധ്യത കിടക്കുന്നത് നമ്മുടെ അടുത്ത തലമുറക്ക്, പുതിയ ജനറേഷന് കൃഷിയിൽ നിന്ന് അവരൊക്കെ ഈ കാർഷിക മേഖലയിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം കൂടിയാവും ഈ ഒരു ഫാം ടൂറിസമായി നമ്മൾ കൃഷി ഭൂമിയെ മാറ്റിയെടുക്കുമ്പോൾ. ഒരു സ്ഥിര വരുമാനവും ഒക്കെ അതിൽ ഇനിയും പുതിയ പുതിയ ഐഡിയകൾ നമുക്ക് സ്വന്തം ഇതൊരു മോഡലാക്കി എടുത്തിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഐഡിയയിൽ കൂടി നമുക്കൊരു നല്ല സ്ഥിര വരുമാനമാക്കി മാറ്റിയെടുക്കാൻ പറ്റും നമ്മുടെ ഭൂമി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇന്നലത്തെ നമ്മളെ ട്രെയിനിങ്ങിനെ കുറിച്ചിട്ട് 2 വാക്ക്. വളരെ നല്ല ക്ലാസ്സായിരുന്നു സാറ്. ക്ലാസ് എനിക്ക് നേരത്തെ പരിചയമുള്ളൊരു സാറാണ്. സാറിൻ്റെ ഒരുപാട് ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഒരു ഫാം ടൂറിസത്തിനെ കുറിച്ച് സാറ് അത് നമുക്ക് വിശദീകരിച്ച് തരാൻ കാരണം ഇപ്പോൾ പട്ടാമ്പിയിലെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തുടങ്ങി വെച്ചൊരു പദ്ധതിയുടെ ചാർജ് സാർക്കാണ്. അപ്പോൾ അതുകൊണ്ട് സാർക്ക് അത് വെച്ചിട്ട് അത് അവിടെ വർക്ക് ചെയ്തുകൊണ്ടാണ് സാറ് നമ്മൾ ഇന്നലെ ക്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സാർക്ക് കുറച്ചും കൂടി നമുക്ക് ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പറഞ്ഞുതരാൻ സാധിച്ചിട്ടുണ്ട്. നാളെ വരുന്ന ക്ലാസ്സിലും അതിൻ്റെ ബാക്കി നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഓക്കെ താങ്ക് യു. വേങ്ങര കൃഷിഭവനിലെത്തിയിട്ടുള്ള നിഷ ടീച്ചർ ഇന്നലെ നമ്മൾ ഫാം ടൂറിസവുമായി ബന്ധപ്പെട്ട് നടന്നു. വേങ്ങര ബ്ലോക്ക് ഊരകം കൃഷിഭവനിലെത്തിയിട്ടുള്ള നിഷ ടീച്ചർ ഇന്നലെ ഞങ്ങളെ ബന്ധപ്പെട്ട് ഫാം ടൂറിസവുമായി ബന്ധപ്പെട്ട് നടന്ന ട്രെയിനിങ്, ഇന്ന് നടന്ന വിസിറ്റ് എത്രത്തോളം നിങ്ങൾക്കത് ഗുണം ചെയ്തിട്ടുണ്ട്? നമുക്ക് പിന്നെ എന്താണ് അതിൽ നിങ്ങൾക്ക് കുറഞ്ഞ വാക്കുകളിൽ പറയണേ, എങ്ങനെ വിലയിരുത്തും? ഇന്നലെ നടന്ന ട്രെയിനിങ്ങിൻ്റെ ഒരു റിപ്പബ്ലിക്കാണ്, ഒരു ലൈവ് മോഡലാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ഫീൽഡ് വിസിറ്റ്. ഇത്രയൊക്കെ നന്നായിട്ട് ചെയ്യാം അഗ്രികൾച്ചറിൽ എന്നുള്ളതും മാത്രമല്ല ഇത്രയധികം ഇൻകം റവന്യൂ ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുമെന്നുള്ളതും കൃഷിനെ കുറ്റം പറയുന്നവരോടുള്ള ഒരു ഭയങ്കര പോസിറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഇവിടെ ഈ ഫാമിൽ വർക്കിംഗ് ഡേയ്സിൽ ഏകദേശം 300 പേരാണ് ഇത്ര വിസിറ്റേഴ്സായിട്ട് വരുന്നത്. പെർ പേഴ്സൻ്റെ അടുത്ത് നിന്ന് അവർ വാങ്ങിക്കുന്നത് 1800 രൂപയാണ്. അതേപോലെ പ്രീമിയം പാക്കേജ് ആണെങ്കിൽ 2500 രൂപ. അപ്പോൾ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. മെയിൻ്റനൻസിനൊക്കെ കുറേ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ല എന്നുള്ളതല്ല. പിന്നെ മറിച്ച് അതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ ഫാം സ്റ്റേകളുണ്ട്. വളരെ വരുന്നവർക്കൊക്കെയും ഇവിടെ ക്ഷീണം മാറ്റാനായിട്ടുള്ള കാര്യങ്ങൾ ഇവിടുത്തെ പ്രോഡക്ട്സിൽ നിന്ന് തന്നെ അവർ കൊടുക്കുന്നുണ്ട്. ഒക്കെ ഭയങ്കര നല്ല കാര്യങ്ങൾ തന്നെയാണ്. മാത്രമല്ല അഗ്രികൾച്ചർ ഇത്രയും എനർജി തരുന്ന ഒരു കാര്യം കൂടിയാണ്. ചെറിയ കുട്ടികൾ തൊട്ടിട്ട് വയസ്സായ ആളുകൾ വരെ ഇവിടെ വരുന്നുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ചെറിയ കുട്ടികൾക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്, എന്താ പറയുക. അതേപോലെ വലിയ ആളുകൾക്ക് വേണ്ടതും ഒക്കെ ഉണ്ട്. വയറ് നിറച്ച് ഒരു ദിവസം വയറ് നിറയ്ക്കാൻ മാത്രമുള്ള കാര്യങ്ങൾ നമുക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ദൂരെ ഒന്നും നമ്മൾ പോയിട്ട് കുറേ കണ്ടമാനം പൈസ കൊടുത്ത് പോകുന്നതിനേക്കാളും നമ്മളുടെ പറമ്പ് തന്നെ നമുക്ക് വളരെ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ താങ്ക് യു. അരീക്കോട് കീഴ്പറമ്പ് കൃഷിഭവനിലെത്തിയിട്ടുള്ള പ്രിയപ്പെട്ട ബഷീർക്ക ഇന്നലെ ഫാം ടൂറിസവുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്തിയതാണ്. ഇന്നലെ നടന്ന ട്രെയിനിങ്, ഇന്ന് നമ്മൾ ഈ നടന്നുകൊണ്ടിരുന്ന ഈ ഫാം വിസിറ്റിനെ കുറിച്ചിട്ടും കുറഞ്ഞ വാക്കുകളിൽ ബഷീർക്ക് എത്രത്തോളം അത് എന്ന് ഫീൽ ചെയ്യും? അത് എൻ്റെ പേര് ബഷീർ, കീഴ്പറമ്പ് കൃഷിഭവൻ അരീക്കോട് കൃഷിഭവൻ വരികയാണ്. അപ്പോൾ വളരെയധികം നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ, നമുക്ക് തുടങ്ങാൻ പറ്റിയ പല കാര്യങ്ങളും ഈ ഫാം ടൂറിസത്തിനെ പറ്റിയിട്ട് പഠിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ അപ്പോൾ നല്ല ക്ലാസ് ആയിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ ഫാം തനിമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാമിൽ ഞങ്ങൾ 2 മണിക്കൂറിലധികം ഇപ്പോൾ കറങ്ങിക്കൊണ്ട് ഇവിടുന്ന് ഞങ്ങൾക്ക് നല്ല പ്രചോദനം കിട്ടിയ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വളരെ അധികം ഉപകാരപ്രദമായ ഒരു വിസിറ്റായിരുന്നു ഈ പഠന ക്ലാസ്സും ഇതും ഉള്ളത്.
ഓക്കെ താങ്ക് യു. നമസ്കാരം സാർ. സാർ പപ്പയുടെ രണ്ടാമത്തെ മോനാണ്. സാറാണ് ഇവിടുത്തെ ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ തനിമ ഫാം ലേക്കിന്റെ. സോ ഫാം ടൂറിസമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും പ്രണവ് സാറുമായിട്ടും പിന്നെ അതുപോലെ തന്നെ അഗ്രി റിലേറ്റഡ് ആയിട്ട് എന്ത് നിങ്ങൾക്ക് ക്വറീസ് കാര്യങ്ങളുണ്ടെങ്കിലും പപ്പയായിട്ടും നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാം. നമുക്ക് ലൈസൻസും കാര്യങ്ങളും ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. നമുക്ക് ലൈസൻസിൽ നമുക്ക് മെയിനായിട്ട് അഡ്വഞ്ചറസ് ടൂറിസം ഏജൻസിയുടെ ലൈസൻസ്, അത് DTPC അണ്ടറിൽ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ വരുന്നതാണ്. അപ്പോൾ അവരുടെ വിസിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അവർ പറയുന്ന ട്രെയിൻഡ് ആയിട്ടുള്ള അഡ്വഞ്ചറസ് ടൂറിസം സ്റ്റാഫുകളാണ് ഉള്ളത്. അത് ഗവൺമെൻറ് ട്രെയിൻ, നമ്മുടെ എംപ്ലോയീസ് അല്ല, അത് ഔട്ട്സോഴ്സ് ചെയ്തവരാണ്. അപ്പോൾ അവരുടെ പീരിയോഡിക്കൽ ഇൻസ്പെക്ഷൻസ് ഉണ്ടാവും. ഒരു 2 years ആണ് അതിൻ്റെ അഡ്വഞ്ചറസ് ടൂറിസത്തിൻ്റെ ലൈസൻസ് ഉള്ളത്. അതെ, റിന്യൂ ചെയ്യുക. ഫാം ടൂറിസത്തിൻ്റെ നമുക്ക് DTPC ആണ് തരിക. ഫാം ഇല്ല എന്നുള്ള കാറ്റഗറി തരിക. അതെ, ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ അതിലിപ്പോ നമ്മൾ സെപ്പറേറ്റ് വരുന്നുണ്ടോ? ലൈസൻസ് തരാനായിട്ടാണ് അവർ നോക്കുന്നത്. കർഷകശ്രീ അവാർഡൊക്കെ ഒരുപാട് പ്രാവശ്യം കിട്ടി. ഇൻഷുറൻസ് നമ്മൾ ഈ അഡ്വഞ്ചർ ടൂറിസത്തിന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അത് സബ്സിഡികളൊക്കെ ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് വനിതാ സംരംഭകരൊക്കെ ആണെങ്കിൽ ബാത്റൂം പണിയാനായിട്ടുള്ള കുറച്ച് അതെല്ലാം ചെറിയ ചെറിയ എമൗണ്ടുകളാണ്. പക്ഷെ അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈമിൽ കാര്യങ്ങൾ തീരില്ല. ടാക്സ് GST കൂടെ ഉണ്ട്. അതുകൊണ്ട് അതിൽ നിന്നുള്ള ഐറ്റംസ് ഒക്കെ പുറത്ത് കൊടുത്ത് പ്രൊമോട്ട് ചെയ്യും. തമിഴ്നാട് അടുത്ത് വരുന്ന സ്ഥലമായതുകൊണ്ട് തമിഴ്നാട്ടിൽ മഴ കുറവാണല്ലോ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലുള്ള വീഡിയോസൊക്കെ കൂടുതലും മഴ പെയ്യുമ്പോൾ എങ്ങനെ മഴ ആസ്വദിക്കുക എന്നുള്ള ഇൻഫ്ലുവൻസസിനെ കൊണ്ടുവരും. അപ്പോൾ തമിഴ്നാട് ഫെബ്രുവരി മാർച്ച് പൊതുവെ ഡള്ളാണ്. അപ്പോൾ കൂടുതലും ഈ സ്കൂൾ ടീച്ചേഴ്സൊക്കെ റിട്ടയർഡ് ആവുന്ന ടൈമൊക്കെ ആയതുകൊണ്ട് അങ്ങനത്തെ കുറേ ഗ്രൂപ്പുകളെ ഫോക്കസ് ചെയ്യാറുണ്ട്. പിന്നെ ഏപ്രിൽ മെയ് ചൂടുള്ള സമയമാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഏപ്രിൽ മെയിലും ആണ്. കാരണം ആൾക്കാർ വെക്കേഷൻ ആയതുകൊണ്ട്. അപ്പോൾ ചൂട് പാലക്കാട് ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമ്മൾ അത് മറികടക്കാനായിട്ട് മാക്സിമം ഗ്രീനറി. ഞാൻ MBA അതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് സ്ഥിരമായിട്ടുള്ളൊരു റവന്യൂ 80% തമിഴ്നാട്, കോയമ്പത്തൂർ, മധുരൈ, ചെന്നൈ റീജിയൻ ഉള്ളവരാണ്. പിന്നെ തൃശ്ശൂർ, എറണാകുളം, മലപ്പുറം ഏരിയ ഒന്നും ഉണ്ട്. നമുക്ക് സാധാരണ രീതിയിൽ വരുന്നതിനേക്കാൾ ഒരു 30% ചിലവ് കുറഞ്ഞു. പിന്നെ വർക്കേഴ്സൊക്കെ നമുക്ക് ലോക്കലി എംപ്ലോയിഡ് ആണ് 90%. ഈ വെട്ടുകല്ലിന് വർക്കിന് മാത്രമാണ് കണ്ണൂരിൽ നിന്ന് ഒരാളെ പപ്പ പോയി കണ്ടുപിടിച്ചതാണ്. അപ്പോൾ നമുക്ക് സാധാരണ ഒരു പ്രൊജക്ട് കോസ്റ്റ് പറയുമ്പോൾ എങ്ങനെയാണെങ്കിലും ഒരു 25 crore ഒക്കെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ലോക്കലി ചെയ്തതുകൊണ്ട് ലാൻഡ് കൂട്ടാതെ കാരണം ലാൻഡ് കൂടെ കൂട്ടിയാൽ പിന്നെ ഇതിൻ്റെ വാല്യൂ. ഫാം ടൂറിസ്റ്റിൽ ഒരിക്കലും നമ്മൾ ലാൻഡ് മേടിച്ചിട്ട് ഫാം ടൂറിസം ചെയ്യലും ഒരിക്കലും അതിന് ഇൻട്രസ്റ്റ് തന്നെ ലാൻഡ് പണ്ട് പോലെ മേടിച്ചു വരുന്നു. അത് മേടിച്ചത് അവർ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തു. അതുകൊണ്ട് ടൂറിസം തുടങ്ങാനായിട്ട് എളുപ്പമായി. പിന്നെ പപ്പയുടെ വേറൊരു സ്കില്ല് ലാൻഡ്സ്കേപ്പിംഗ് ആണ്. അപ്പോൾ ആദ്യം പപ്പയുടെ സ്ഥലം ഇതുകൂടെ നമുക്ക് 3 തോട്ടം കൂടി ഉണ്ട്. ആദ്യം അപ്പം അത് കുറച്ച് മണ്ണെടുത്ത് റോഡ് പണിത് നല്ല രീതിയിൽ ലെവലാക്കുക. ആദ്യത്തെ ഒരു 5-6 മാസം എഫർട്ട് അങ്ങനെ ആയിരിക്കും. നമുക്ക് ബോർവെല്ലുണ്ട്, പിന്നെ കനാലുകളുണ്ട്. പിന്നെ താഴത്ത് പൂന്തൽക്കാലത്തിൽ ഏത് വേനൽക്കും വെള്ളമുള്ളതാണ് താഴത്തെ. അത് പിന്നെ ടില്ലറോ ട്രാക്ടറൊന്നും ഇറങ്ങില്ല, പൂന്തൽ നിലമാണ്. അതുകൊണ്ടാണ് അത് കമ്പ് വെച്ചത്. കാരണം മെഷീൻ ഇറങ്ങി കൊയ്യോ ട്രാക്ടർ ഓടാനൊന്നും പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കമ്പ് വെച്ചത്. പൂന്തൽ സംശയം ഡ്രാഗൺ ഫ്രൂട്ട് കണ്ട അവിടെ കൈ. അപ്പൊ അതിന്റെ മുഴുവൻ കട്ട് ചെയ്ത് കണ്ട് അടിഭാഗം. അപ്പൊ അങ്ങനെ ചെയ്യണമല്ലോ. കാരണം ഒക്ടോബറിലൂടെ അതിന്റെ കാവലം കഴിഞ്ഞു. പിന്നെ അപ്പത്തേക്ക് ഇതെല്ലാം നമ്മള് പഴയ തണ്ടുകളെല്ലാം കട്ട് ചെയ്തു. പിന്നെ ഇതിനെ കുറിച്ചൊക്കെ കൂടുതൽ പ്രാക്ടിക്കലായിട്ടുള്ള അനുഭവമുള്ള തമിഴ്നാട് യൂണിവേഴ്സിറ്റി പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ വെള്ളടി പപ്പായ സ്ഥലം അനുയോജ്യമല്ലായിരുന്നു. അല്ല, പപ്പായ കൃഷിക്ക് ഒരു പരാജയക്കുറവില്ലായിരുന്നു. ഒരു വർഷത്തേക്ക് റെഡ് പറ്റില്ല. ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് പിന്നെ നിർത്തിയ കാര്യമായി ജീവിതമുണ്ടാകും, കാലുണ്ടാവും. പിന്നെ അത് വെട്ടിക്കളയുന്നതാണ്. ഒട്ടും അല്ലാത്തതൊക്കെ നമുക്ക് 8 വർഷത്തിൽ കീപ്പിട്ടുള്ള മാവുകളുണ്ടാകും. ഏറ്റവും ഫലപ്രദമായ കൃഷിയാണ്. പിന്നെ ടവർ വന്ന് കവുങ്ങ് തോട്ടമായിരുന്നു. ആ കവുങ്ങ് വെട്ടിപ്പോയി ടവർ വന്നപ്പോൾ അതിൻ്റെ താഴെ വേറെ ഒന്നും കൃഷി ചെയ്യാൻ പറ്റിയെന്ന് മാവ് വെച്ച് വിട്ടതാണ്. പിന്നെ അവരുടെ അനുവാദം തന്നു 4 മീറ്റർ താഴെ വരെ വളർത്താമെന്ന് കമ്പിയത്. അതെ, വാക്കാലുള്ള അനുവാദമാണ്. അപ്പം അങ്ങനെ ചെയ്തപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചെയ്തപ്പോൾ അത് കായ്ക്കുന്നുണ്ട്. എൻ്റെ അളിയൻ്റെ സ്ഥലത്തൊക്കെ കഴിഞ്ഞ മഞ്ഞാറ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ വിസിറ്റ്
ഫാം വിസിറ്റ്, തനിമയുടെ ഈ ഫാം വിസിറ്റ് ജീവിതത്തിൽ മറക്കാത്ത അനുഭവം സമ്മാനിച്ച ദിനമായിരുന്നു. ഇന്നലെ നടന്ന ഫാം ടൂറിസവുമായി ബന്ധപ്പെട്ട് നമ്മളെത്തിയതാണ്. അപ്പോൾ അതിൽ ഇന്നലെ നടന്ന ട്രെയിനിങ്ങും വളരെ ഭംഗിയായിരുന്നു. ഇന്നത്തെ ഫാം ടൂറിസവും വളരെ ഭംഗിയായി തന്നെ നടന്നു. ഏതായാലും ഇതുപോലുള്ള അനുഭവങ്ങൾ സമ്മാനിച്ച നമ്മുടെ ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ ഞങ്ങളെ ഇവിടേക്ക് പ്രതിനിധിയായി അയച്ച നമ്മുടെ കൃഷിഭവൻ ഉദ്യോഗസ്ഥർക്കും മൊത്തത്തിൽ എല്ലാവർക്കും ഹൃദയംഗമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുപോലുള്ള ചരിത്രാനുഭവങ്ങൾ കൃത്യമായി നമുക്ക് നടപ്പിലാക്കാവുന്ന ചരിത്ര അനുഭവങ്ങൾ സമ്മാനിച്ച് നേർക്കാഴ്ച സമ്മാനിച്ച ഈ തനിമ ഈ ഫാമിനും അതുപോലെ തന്നെ അതിൻ്റെ മറ്റുള്ള ആളുകൾക്കും എല്ലാവർക്കും ഹൃദയംഗമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഒരുപാട് അനുഭവങ്ങളാണ് സമ്മാനിച്ചത്. നമുക്ക് ഈ കർഷകർക്കൊക്കെ എത്രത്തോളം ഏത് രീതിയിലുള്ള കൃഷി ചെയ്യാനുള്ള ഒരു അനുഭവം ഇവിടെ നിന്ന് ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വലിയൊരു അനുഭവം സമ്മാനിച്ച പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥർക്കും മറ്റെല്ലാവർക്കും ഹൃദയംഗമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.